എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നിത്യവും നമ്മുടെ വീഡിയോ കണ്ട് എനിക്ക് നല്ല കട്ട സപ്പോർട്ട് തരുന്ന അജിൻ സാമിൻ്റെ ആവശ്യപ്രകാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കർക്കിടക നാളിൽ തലയിൽ തേച്ച് കുളിക്കാനായിട്ട് എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം. ഈ ഒരു എണ്ണ തേക്കുന്നത് കൊണ്ട് എത്ര കടുത്ത മുടി കൊഴിച്ചിലും താരനും മുടിയെല്ലാം പൊടിഞ്ഞ് കഷണ്ടിയായി മാറിയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പുതിയ മുടി കിളിർക്കാനും തലമുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി തലമുടി നല്ല പനങ്കുല പോലെ തന്നെ വളരുന്നതാണ്. മാസം കറക്റ്റായിട്ട് ഇത് പുരട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. തലമുടി വളർച്ചയ്ക്കായിട്ട് എങ്ങനെയാണ് ഈ ഒരു എണ്ണ ഉപയോഗിക്കേണ്ട വിധം എന്നും കൂടെ പറഞ്ഞു തരാം. ഒന്ന് കുനിഞ്ഞു നിന്നതിന് ശേഷം കണ്ണകലമുള്ള ഒരു ചീർപ്പ് വെച്ചിട്ട് തലമുടി നല്ലവണ്ണം താഴേക്കൊന്ന് ചീകി കൊടുക്കണം. അതിനുശേഷം തലമുടി മുകളിലേക്ക് ഇട്ടുകൊടുത്ത് മുകളിലേക്ക് നല്ല പോലെ തന്നെ ചീകി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഉള്ളം കയ്യില് കുറച്ചെണ്ണ എടുത്തിട്ട് അതിനുശേഷം വലത് കൈയുടെ 2 വിരലുകൾ കൊണ്ട് വൃത്താകൃതിയിൽ മസാജ് ചെയ്ത് വേണം എണ്ണ നമ്മുടെ തലയോട്ടിയിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാനായിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് നമ്മുടെ തലയ്ക്ക് നല്ല രക്തയോട്ടമൊക്കെ ഉണ്ടാകുന്നതും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ തലമുടി പെട്ടെന്ന് തന്നെ വളർന്ന് നമ്മുടെ മുടി കൊഴിച്ചിലും താരനും നല്ല ഉറക്കക്കുറവും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതും. കഷണ്ടിയായ തലയിൽ പോലും വളരെ എളുപ്പത്തിൽ മുടി കിളിർക്കുന്ന അത്ഭുത എണ്ണ കൂടിയാണ് ഇത്. ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കാച്ചെണ്ണ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. എണ്ണ കാച്ചിയെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് പച്ചമരുന്നുകൾ ആവശ്യമാണ്. ഇതൊക്കെയും നമ്മുടെ വീടിനടുത്തുള്ള പറമ്പിലും തൊടിയിലൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ വീടിനടുത്തൊന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വളരെ ഗുണകരമായ പച്ചമരുന്നിലകൾ പറിച്ചെടുക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ വീട്ടിലെ നിത്യമുള്ള കാര്യമാണ്. എങ്കിൽ തന്നെയും വീടുകളിൽ വളർത്തുന്ന കറിവേപ്പില എടുക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക. കറിവേപ്പില എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കയ്യൂന്നിയാണ്. ഇത് നമ്മുടെ പാടത്തും പറമ്പിലും നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കീഴാർനെല്ലിയാണ്. ഇത് മിക്ക വീടുകളിലും വളരുന്ന ഒരു സസ്യമാണ്. നമ്മൾ ഇന്നതെല്ലാം എടുത്തിട്ടുള്ളത് തണ്ടോടുകൂടി തന്നെയാണ്. കീഴാർനെല്ലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പനിക്കൂർക്കയിലയാണ്. പനിക്കൂർക്കയുടെ ഒരു കമ്പൊടിച്ചു കുത്തിയാൽ കാട് പോലെ തന്നെ പടർന്നു വളരുന്ന ഒരു ചെടിയാണ്. ഇത് മിക്ക വീടുകളിലും ഒരു വളപ്രയോഗവുമില്ലാതെ പടർന്നു വളരുന്ന ഒരു ചെടി കൂടിയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രഹ്മിയാണ്. വെള്ളക്കെട്ടിലും ചെളിപ്രദേശങ്ങളിലൊക്കെ പടർന്നു തന്നെ പിടിക്കുന്ന ഒന്നാണ് ബ്രഹ്മി. ഇത്രയും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പൂവാങ്കുരുന്നിലയാണ്. ഏതൊരു നാട്ടിലും ഒരു വളപ്രയോഗവും ഇല്ലാതെ നല്ലവണ്ണം പിടിക്കുന്നൊരു ചെടി കൂടിയാണ് പൂവാങ്കുരുന്നല്. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. അരച്ച വേരുകൾ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. ഞാനിപ്പോൾ വേരോടുകൂടി തന്നെയാണ് ഇതെല്ലാം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് അരച്ചെടുക്കുന്നതിനുള്ള എളുപ്പത്തിനായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മരുന്നുകൾ പറിച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം തന്നെ കഴുകിയതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. ഒരു ദിവസം ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ച് ഇതിന്റെ ചെളിയും അഴുക്കൊക്കെ ഒന്ന് കളയുവാണെങ്കിൽ ഏറെ നല്ലതാണ്. തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചിയെടുക്കുന്നതിനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഈ ഒരു ചെടിയുടെ ഗുണം നിങ്ങൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെയൊക്കെ ഗുണങ്ങളും മനസ്സിലാവാതെ പോകുന്നതും. ഇപ്പോൾ നമ്മുടെ മരുന്നിലകളെല്ലാം തന്നെ നല്ലവണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചുകൂടെ എടുക്കാം. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ ഒരു നുള്ളു വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് പല തവണകളായിട്ട് മാത്രമാണ് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. ആദ്യ തവണ നമുക്കൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന ജ്യൂസിനെ നമ്മൾ എണ്ണ കാച്ചാൻ എടുക്കുന്ന പാത്രത്തിലേക്കായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളിയിലേക്കാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരിച്ചെടുക്കുന്നതിനുള്ള എളുപ്പത്തിനായിട്ട് ഇതുപോലൊരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കാനും സാധിക്കും. നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലവണ്ണം പിഴിഞ്ഞതിന്റെ ജ്യൂസ് മുഴുവനും എടുക്കണം. നമ്മൾ എണ്ണ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ അരച്ച് ജ്യൂസ് എടുത്ത് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇലകൾ അരിഞ്ഞിട്ടതിന് ശേഷം എണ്ണ കാച്ചിയെടുക്കുകയാണെങ്കിൽ എണ്ണ ഒരുപാട് തന്നെ ഇതെല്ലാം കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയുടെ അളവ് വളരെ തന്നെ കുറച്ചേ കിട്ടുകയുള്ളൂ.
ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എണ്ണ കാച്ചിയെടുക്കേണ്ടതും. ഇപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഈ വേസ്റ്റ് മാറ്റാം. അങ്ങനെ ഞാനിവിടെ എല്ലാ ജ്യൂസും ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, നല്ല കടും പച്ച നിറത്തിലാണ് നമുക്ക് ഈ ജ്യൂസ് മുഴുവനും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ കൂടെ ചേർക്കണം. ചെമ്പരത്തിപ്പൂ ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള ഈ ഒരു പച്ച മരുന്നുകളിൽ ഏതെങ്കിലും ഒരു ഐറ്റം കുറവുണ്ടെങ്കിലും സാരമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എണ്ണ കാച്ചി എടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസ് നല്ലവണ്ണം തിളച്ച് അരഭാഗം വരെയും വറ്റി വരണം. അതുവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മരുന്നുകളെല്ലാം നല്ല പോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ചും കൂട്ടിയും വേണം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. മരുന്നുകൾ പുറത്തേക്ക് തിളച്ച് തൂവാതിരിക്കാനും വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് വട്ടം വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഒന്ന് അരഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 കിലോ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർക്കാം. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം എടുക്കാനായിട്ടും. എണ്ണ മുഴുവനും ഉരുളിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതിനുശേഷം നല്ലവണ്ണം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്ന് വെട്ടി തിളക്കുന്നത് വരെയാണ് നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കേണ്ടത്. നല്ലവണ്ണം വെട്ടി തിളച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ തയ്യാറാക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ചെറിയ തീയിലേക്ക് മാറ്റി നല്ലവണ്ണം വറ്റി വരുന്നത് വരെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു എണ്ണയിലെ ഈ ഒരു പതയെല്ലാം പൊട്ടി നമ്മുടെ എണ്ണയുടെ കളറ് നല്ല ഗ്രീൻ കളറിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിളപ്പിച്ചെടുക്കേണ്ടത്. ഓരോ സ്റ്റേജിലും ഇതുപോലെ ഒന്ന് കോരി നോക്കുമ്പോൾ എണ്ണയുടെ കളറെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇതിലുള്ള പതയും ഒന്ന് നല്ല പോലെ പൊട്ടി വരണം. നമുക്ക് ഈ എണ്ണ തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഒരു 2.5 മണിക്കൂർ ആവശ്യമാണ്. എണ്ണ തയ്യാറാക്കി എടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ഒറ്റടിക്ക് തന്നെ എണ്ണ വറ്റിച്ചെടുക്കാതെ കുറേശ്ശെ സമയമെടുത്ത് വേണം ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് എണ്ണ ഇവിടെ തയ്യാറാക്കാൻ സാധിക്കും. ഇത്രയൊന്നും പോരാ, നമ്മൾ ആദ്യം ജ്യൂസ് അടിച്ചപ്പോൾ ഉണ്ടായിരുന്ന കളറായി വരണം. അതുവരെയും നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പതയെല്ലാം വറ്റിച്ച് തിളപ്പിച്ചൊന്നെടുക്കണം. എണ്ണ പാകമായി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു തരി പോലും ബബിൾസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല ചെമ്പരത്തിപ്പൂ കൈകൊണ്ടൊന്ന് ഒടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല മുരുമുരാന്ന് ഒടിഞ്ഞു കിട്ടണം. 2.5 മണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മുടെ എണ്ണയിലെ ബബിൾസ് എല്ലാം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ കളറ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, നല്ല ഗ്രീൻ കളറിലേക്കായി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുരിവിനെ ഒന്ന് കോരിയിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മിയും കൂടി നോക്കാം. മുരിവ് നല്ലവണ്ണം പൊടിഞ്ഞാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3-4 കുരുമുളക് കൂടെ ചേർത്ത് ഒന്നിളക്കി കൊടുക്കാം. കുരുമുളക് ചേർക്കുന്നത് പലതരം എണ്ണ തേച്ച് കുളിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. എണ്ണ മാറി തേച്ച് കുളിച്ചാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് തണുത്തു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കൊണ്ട് നമ്മുടെ എണ്ണയുടെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ചൂടാറി വന്നിട്ടുള്ള ഈ ഒരു എണ്ണയെ ഒന്ന് അരിച്ചുകൂടെ മാറ്റണം. എണ്ണ അരിച്ചെടുക്കുന്നതിനായിട്ട് ഒരു തരി പോലും വെള്ളമയമില്ലാത്ത നല്ല ഉണങ്ങിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെയായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കാച്ചിയ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാച്ചിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളിതിലേക്ക് ചെമ്പരത്തിപ്പൂ മാത്രമാണ് ജ്യൂസ് ആക്കാതെ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് അരിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. കടും പച്ച നിറത്തിലാണ് നമ്മുടെ എണ്ണ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ പച്ചമരുന്നുകളൊക്കെ അരച്ചെടുത്തപ്പോൾ ഇതേ ഒരു കളറിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതേ കളറിൽ തന്നെയാണ് നമ്മുടെ എണ്ണയുടെ കളറും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഞാൻ ഈ ഒരു വീഡിയോ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഞാനിവിടെ കാച്ചിയെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും തലമുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ എണ്ണയുടെ പാചകം കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു എണ്ണ തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഒരു 2.5 മണിക്കൂർ നമുക്ക് സമയം ആവശ്യവുമാണ്. ഇതൊരു ബിസിനസ് ആക്കാനും വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരുവല്ല. നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. വീണ്ടും പറയുവാണ്, ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നോട് ഒരുപാട് പേര് തലമുടിയുടെ ആരോഗ്യത്തിനുള്ള എണ്ണയുടെ കൂട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.
ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.